ലൈംഗികാതിക്രമ കേസ് അന്വേഷണ സംഘത്തിന് മുന്നിൽ നടൻ MLA-മായ മുകേഷ് രാവിലെ ഒരു 10:15 ചോദ്യം ചെയ്യലിന് ഹാജരായതാണ്. അഭിഭാഷകനൊപ്പമായിരുന്നു മുകേഷ് MLA ചോദ്യം ചെയ്യലിന് ഹാജരായത്. വടക്കഞ്ചേരി പോലീസും മരട് പോലീസും രജിസ്റ്റർ ചെയ്ത 2 കേസുകളാണ് മുകേഷ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ കേസുകളിലാണ് നേരത്തെ ഈ സമയം അത്രയും ചോദ്യം ചെയ്യലോടെ പുരോഗമിച്ചത്. കേസിൽ നേരത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതാണ്. അതുകൊണ്ട് ഈ അറസ്റ്റ് സാങ്കേതിക മാത്രമാണെന്ന് വേണം മനസ്സിലാക്കാൻ. അറസ്റ്റ് രേഖപ്പെടുത്തിയ മുകേഷിനെ ഇപ്പോൾ ഇനി വൈദ്യപരിശോധന, അതിൻ്റെ ബാക്കി തുടർച്ചയിൽ മുകേഷിനെ വിട്ടയക്കലേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും മുകേഷിനെതിരായ പരാതിക്കാരുടെ പ്രതികരണം വരുന്നത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചു എന്നുള്ള ഒരു പരാതിക്കാരുടെ പ്രതികരണം ഇപ്പോൾ വരുന്നുണ്ട്. എസ് ശ്യാംകുമാർ ചേർന്നു. ശ്യാം, നേരത്തെ ജാമ്യം കിട്ടിയതാണ്, അതുകൊണ്ട് ഇത് സാങ്കേതികമാണ്, ഈ അറസ്റ്റ് ഒരു സാങ്കേതികമാണ്. മുകേഷിന് ജയിലിലേക്ക് പോകേണ്ടി വരില്ല അല്ലേ? തീർച്ചയായും കോടതി നേരത്തെ മുൻകൂർ ജാമ്യം നൽകിയ കേസായതിനാൽ അത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമ്പോൾ ഒരു സാങ്കേതിക നടപടിക്രമമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളത്. അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ജനറൽ ആശുപത്രിയിലേക്ക് മുകേഷിനെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. പോലീസാണ് മുകേഷിന്റെ സ്വന്തം വാഹനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വൈദ്യ പരിശോധനയ്ക്കായി കോടതിയിലേക്ക് പോയത്. പോലീസ് മുകേഷിനെ അകമ്പടി സേവിച്ച് ജനറൽ ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇത് റെക്കോർഡിക്കലായി പോലീസ് രേഖപ്പെടുത്തി കഴിയുമ്പോൾ മുകേഷിനെ സ്വാഭാവികമായും സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കും. അതുമാത്രമാണ് അതിലെ ഒരു നടപടിക്രമം. കാരണം നേരത്തെ മേൽക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ മതിയായ ജാമ്യവ്യവസ്ഥകൾ ഏർപ്പെടുത്തി പോലീസിന് സ്റ്റേഷൻ ജാമ്യം നൽകാമെന്ന് പറയുകയും ചെയ്തിരുന്ന കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ മുകേഷിനെ ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയത്തകം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മുകേഷ് സ്റ്റേഷൻ ജാമ്യം നേടി പുറത്തു വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുകേഷ് MLA-ക്കാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ ഈ 2 കേസുകൾ വടക്കാഞ്ചേരി പോലീസും മരട് പോലീസും രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു മുകേഷ് MLA-ക്ക്. അതുകൊണ്ട് ഇനി അത് വലിയ കേസിന് നടപടിക്രമങ്ങളുടെ പൂർത്തീകരണം എന്നതിനപ്പുറം അതിൻ്റെ തുടർ നടപടികൾ, ജയിലിലേക്ക് പോവുക പോലെയുള്ള അവസ്ഥകൾ നേരിടേണ്ടി വരില്ലേ മുകേഷിന്? അത് കാരണം തന്നെയാണ് മുകേഷ് MLA അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തി പോയത്. പക്ഷേ ഈ വൈദ്യപരിശോധന, ഈ പറഞ്ഞ മുൻകൂർ ജാമ്യം കിട്ടിയ കേസിലാണെങ്കിൽ കൂടി വൈദ്യപരിശോധന ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ വിട്ടയക്കലേ ഉണ്ടാവുകയുള്ളൂ. ലൈംഗിക പീഡന പരാതികളിന്മേൽ ഈ പരാതിക്കാരികളുടെ വിശദമായ മൊഴിയടക്കം പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നതാണ്. മുകേഷിൻ്റെ ഈ മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഈ ഹർജിയിൽ പരാതിക്കാരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നതടക്കം കോടതി നിരീക്ഷിച്ചിരുന്നതാണ്. ആലുവ സ്വദേശിയായ ഒരു യുവതിയാണ്, പരാതിക്കാരാണ്, പേര് പറയാൻ കഴിയില്ല. മുകേഷ്, മണിയമ്പിള്ള രാജു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ അടക്കമുള്ളവരുടെ പേരിൽ പരാതി കൊടുത്തു. 2009 സംഭവം എന്നുള്ളത് അന്ന് നടിയുടെ ആരോപണം. ഈ 13 വർഷം മുൻപ് സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിലെ നക്ഷത്ര ഹോട്ടലിൽ മുകേഷ് മോശമായി പെരുമാറി എന്ന ആക്ഷേപം മറ്റൊരു യുവതി കൂടി രംഗത്തെത്തിയിരുന്നു. എന്തായാലും മുകേഷ് MLA അറസ്റ്റിലായിരിക്കും എന്നുള്ളത് ഏറ്റവും നിർണായകമായ വാർത്ത തന്നെയാണ്. അതിപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടി പുറത്തേക്ക് തന്നെയാണെങ്കിൽ കൂടിയും ഈ കേസിൻ്റെ പൂർത്തീകരണം എന്ന നിലയ്ക്കാണെങ്കിൽ കൂടിയും മുകേഷ് MLA-യുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. നടൻ സിദ്ദീഖിൻ്റെ അറസ്റ്റ് അല്പസമയത്തിനകം ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. സിദ്ദീഖുള്ള ഹോട്ടലിലേക്ക് പോലീസ് സംഘം അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇതിനിടയിൽ പരാതിക്കാരിയുടെ പ്രതികരണം വരുന്നു. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നുള്ളതാണ് ആ പരാതിക്കാരിയുടെ പ്രതികരണം. അന്വേഷണ സംഘത്തോട് ആത്മാർത്ഥമായ നന്ദി എന്നുകൂടി പറയുന്നുണ്ട് പരാതിക്കാരി. പരാതി ഉന്നയിച്ചപ്പോൾ ഒരുപാട് പേർ തെറ്റിദ്ധരിച്ചു, ഇപ്പോൾ ശരിയെന്ന് തെളിഞ്ഞു. മലയാള സിനിമയുടെ ശുദ്ധികലശത്തിന് തുടക്കം കുറിക്കുന്ന അറസ്റ്റ് എന്നൊക്കെ ആ പരാതിക്കാരി പറയുന്നുണ്ട്. ആർക്കും ഇങ്ങനെ ഉണ്ടാവരുത് എന്നുകൂടി ആ പരാതിക്കാരി ചേർത്ത് നോക്കുന്നു. പക്ഷേ ആ മൊഴികളിലെ വൈരുദ്ധ്യമൊക്കെ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി പറയുന്നുണ്ട്. അതൊക്കെ ഇനി അന്വേഷണ വഴിയിൽ തെളിയട്ടെ. വിജയകുമാർ തുടർന്ന്. വിജയകുമാർ, എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിൻ്റെ തുടർച്ചയിലെ പരാതികൾ മലയാള സിനിമയിൽ വലിയ ഭൂകമ്പം ഉണ്ടാക്കിയ ആ ദിവസങ്ങളുടെ ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. മുകേഷ് MLA അറസ്റ്റിലായിരിക്കുന്നു. സിദ്ദീഖ് ഏത് സമയം അറസ്റ്റിലായേക്കാം എന്നുള്ള വാർത്താ മണിക്കൂറുകൾ. വിജയകുമാർ, ഇതിനിടയിൽ ഹാഷ്മി, ഒരു ഘട്ടത്തിൽ പോലും കോടതി ഈ സിദ്ദീഖിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നില്ല. ഇപ്പോൾ അതിജീവിതയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഒരു ഘട്ടത്തിലും കോടതി പറഞ്ഞില്ല. അറസ്റ്റിന് ഇന്നലെ വരെ നിയമപരമായ തടസ്സവും ഉണ്ടായിരുന്നില്ല. അത് ഈ മണിക്കൂറിലുമില്ല, ഇന്നുമില്ല. ഈ കേസിലെ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടത് FIR ഇട്ടതിന് ശേഷമാണ്. 1. 2, ഫേസ്ബുക്ക് അക്കൗണ്ട് അതിലൊന്നാണ്. അത് തടയാൻ SITക്ക് കഴിഞ്ഞില്ല. ചോദ്യം ചെയ്യാനോ തെളിവ് സറണ്ടർ ചെയ്യാനോ പ്രതിയോട് SIT ആവശ്യപ്പെട്ടിട്ടില്ല. ഈ അന്വേഷണത്തിലെ വീഴ്ചകൾ ഈ നിയമവിദഗ്ധൻ കൂടിയായ ഹരീഷ് ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെയാണ്. സാക്ഷികളെ പ്രതി ഭയപ്പെടുത്തുകയോ സ്വാധീനിക്കുകയോ ചെയ്യുന്നത് തടയാൻ SIT ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ അഭിഭാഷകന്റെ ഒരു ആരോപണമാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി വരുമെന്നറിയാം. പ്രതി ഒളിവിൽ പോകാതിരിക്കാൻ ഇന്നലെ വരെ SIT എന്തു ചെയ്തു എന്ന ചോദ്യത്തിന്
മറുപടിയില്ല. ജാമ്യാപേക്ഷയിലെ വാദത്തിൽ പോലും പറയാത്ത പരാതിക്കാരി SIT-യോട് നടത്തിയ രഹസ്യ വെളിപ്പെടുത്തലുകളും അന്വേഷണത്തിന്റെ വിശദാംശങ്ങളും മാധ്യമങ്ങൾക്ക് ചോർത്തി കിട്ടുന്ന സാഹചര്യമുണ്ടായി. അതും SIT-യാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. കേസന്വേഷണം നീതിപൂർവമല്ല എന്ന് പറയാൻ പരാതിക്കാരിക്ക് സ്വന്തം അഭിഭാഷകനെ വെച്ച് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കേണ്ടി വന്നു. ഒരാഴ്ച മുൻപ് സ്റ്റേറ്റ് പോലീസ് ചീഫിന് പരാതി നൽകി. ക്രിമിനൽ കേസ് അന്വേഷണത്തിൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ഗോൾഡൻ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തിയിട്ട് നാളെ കുറ്റപത്രം കൊടുത്തിട്ട് എന്ത് കാര്യം എന്ന് ഒരു മിനിറ്റ് മുമ്പ് ഹരീഷ് വാസുദേവൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട്. ഞാൻ കരുതുന്ന അദ്ദേഹമാണ് ഈ അതിജീവിതയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിൽ സ്വന്തം നിലയിൽ എന്ന് വെച്ചാൽ അതിജീവിത ഒരു അഭിഭാഷകനെ കേസ് നടത്താൻ ചുമതലപ്പെടുത്തിയ അഭിഭാഷകൻ ഹരീഷാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം മുകേഷിനെ വൈദ്യപരിശോധന ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. നടപടിക്രമം പൂർത്തിയാക്കി മുകേഷിനെ വിട്ടയക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.